ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കേരളത്തിൽ ഏതൊരു സംഭവം കഴിഞ്ഞാലും ചില വർഗീയവാദികളുടെ ചില പോസ്റ്റുകൾ കടന്നു വരാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് പ്രതീഷ് വിശ്വനാഥിൻ്റെ ഫേസ്ബുക്കിൽ നിന്നും കടന്നു വന്നിട്ടുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ശബരിമലയിൽ ദേശീയ നേതാവായ പ്രതീഷ് വിശ്വനാഥിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. അതായത് പ്രതീഷ് വിശ്വനാഥ് പറഞ്ഞു വരുന്നത്, എനിക്ക് കിട്ടിയതൊന്നും പോരാ, ഇനിയും പോലീസുകാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും എനിക്ക് കിട്ടണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നുള്ളത്. അതായത് ഈ പ്രതീഷ് വിശ്വനാഥ് ആരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കല്ലട ബസ്സിൽ നടന്ന സംഭവം, അതായത് കേരളീയർ ഒന്നിച്ചു നിന്ന് പ്രതിഷേധിച്ച സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, കല്ലട ബസ്സിൽ നിരവധി തവണ യാത്രക്കാർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ജീവനക്കാരിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നത് കല്ലട സുരേഷ് അടക്കമുള്ളവർക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ട് പോലും കൃത്യമായിട്ടുള്ള നടപടികൾ ജീവനക്കാർക്ക് നേരെ അവർ കൈക്കൊള്ളാതിരുന്നപ്പോഴാണ് പൊതുസമൂഹം ഒന്നിച്ചു നിന്ന് പ്രതിഷേധിച്ചത്. വ്യക്തമായിട്ടുള്ള തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ ലഭിച്ചപ്പോൾ ആ വ്യക്തമായിട്ടുള്ള തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി സർക്കാരും പോലീസും ഒന്നിച്ചു നിന്ന് മുന്നോട്ട് പോയപ്പോൾ ജീവനക്കാർ അകത്താവുകയും കല്ലട സുരേഷിന്റെ ബസ്സുകൾക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടികളുമായി RTO അടക്കം രംഗത്ത് വരികയും ചെയ്തു. ഇത് അവർ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷയാണ് നിയമവ്യവസ്ഥകൾ അവർക്ക് നൽകിയത്. അതിൽ യാതൊരു സംശയം വേണ്ട. ആ ശിക്ഷകൾക്ക് ഒരു വർഗീയവൽക്കരണം നടത്തി കല്ലട സുരേഷ് ഹിന്ദു ആയതുകൊണ്ടാണ് പിണറായി വിജയന്റെ സർക്കാരും കല്ലട സുരേഷിനെ വേട്ടയാടുന്നത് എന്നതാണ് പ്രതീഷ് വിശ്വനാഥ് ഫേസ്ബുക്കിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രതീഷ് വിശ്വനാഥ് ആരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഈ പ്രതീഷ് വിശ്വനാഥ് മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു ആചാരം നിലനിൽക്കുന്നു എന്നും ആ ആചാരം എന്ന് പറയുന്നത് സുന്നത്ത് കർമ്മമാണെന്നും പിഞ്ചു കുട്ടികളെ സുന്നത്ത് കർമ്മത്തിന് ബലിയാടാക്കുന്നു എന്ന് പറഞ്ഞ ചേലാകർമ്മത്തിനെതിരെ കോടതിയെ സമീപിച്ച വ്യക്തിയാണ് ഈ പ്രതീഷ് വിശ്വനാഥ്. അതായത് അദ്ദേഹം തന്നെയാണ് പറയുന്നത് മുസ്ലിം സമുദായത്തിനിടയിലുള്ള ഒരു ആചാരമാണ് അത് എന്നുള്ളത്. എന്നാൽ മുസ്ലിം സമുദായത്തിനിടയിലുള്ള ആചാരമാണ് ഇതെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ച ഈ വ്യക്തിയാണ് ശബരിമലയിലെ ആചാര സംരക്ഷകനായി മാറിയത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കപ്പെടേണ്ട വസ്തുത. ഒടുവിൽ ശബരിമലയിൽ ആചാര സംരക്ഷകനായി എത്തുകയും പോലീസിനെ ധിക്കരിച്ച് അവിടെ തമ്പടിച്ചു നിന്ന ഈ പ്രതീഷ് വിശ്വനാഥിനെ പോലീസ് കൃത്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ, അതായത് പരസ്യമായി തല്ലിച്ചതച്ച് തന്നെ വാഹനത്തിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് ഈ ആചാര സംരക്ഷകനാണ്. ഈ ആചാര സംരക്ഷകന്റെ തനി നിറം എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരാളാണ് വന്ന് പറയുന്നത് കല്ലട സുരേഷിനെ ഇവിടെയുള്ള പിണറായി വിജയനും കൂട്ടരും എതിർത്തത്, സർക്കാർ കല്ലട സുരേഷിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോയത് കല്ലട സുരേഷ് ഹിന്ദു ആയതുകൊണ്ട് ആണെന്നുള്ളത്. അപ്പൊ എത്രത്തോളം വലിയ രീതിയിലാണ് നമ്മൾ ഇയാളെ പോലെയുള്ള ആളുകളെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളത്. കാരണം ഇങ്ങനെ പരസ്യമായി വന്ന് വർഗീയ വിദ്വേഷം വിളമ്പിക്കൊടുത്ത് പൊതുസമൂഹത്തിനിടയിൽ ഒരു ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരത്തിലുള്ള വർഗീയവാദികൾ. ഇവരെ നേരിടേണ്ടത് നിയമവ്യവസ്ഥകൾ തന്നെയാണ്. ജനാധിപത്യ രാജ്യത്ത് പൊതുജനങ്ങൾക്ക് കയറി ചെന്ന് പ്രതീഷ് വിശ്വനാഥിനെ തല്ലാനൊന്നും സാധിക്കുകയില്ല. കാരണം അതിനുള്ള അവസരങ്ങൾ അയാൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള കാര്യങ്ങളൊന്നും ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് അനുവദനീയമല്ല. എന്നാൽ പോലും ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ ഇത്തരം പോസ്റ്റുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം. അതിനുള്ള നിയമ നടപടികൾ കൈക്കൊണ്ട് ഇത്തരക്കാരെ എങ്ങനെ നേരിടണം എന്നുള്ളത് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. കാരണം ഇത്തരക്കാരുടെ ഇങ്ങനെയുള്ള പോക്കുകൾ തീർച്ചയായും എടുത്തു പറഞ്ഞാൽ ഇത് അപകടകരമായ സാഹചര്യങ്ങളെയാണ് വിളിച്ചോതുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.